ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇതൊക്കെ കേട്ടോ പണി. കുറേ സമയം ചെടികളുടെ കൂടെയൊക്കെ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒത്തിരി ചെടികളുണ്ടായിരുന്നു ഞങ്ങൾ വീട്ടിൽ നിന്ന് പോകുന്ന ടൈമിൽ. പക്ഷേ നോക്കാൻ ആളില്ലായിട്ട് ഒരുപാട് ചെടികൾ നശിച്ചുപോയി. ഇപ്പോൾ ഇത് ഞങ്ങളവിടെ നാട്ടിൽ ആഴ്ചയിൽ ഒരു ചന്ത നടത്തും. അപ്പോൾ ആ ചന്തയിൽ നിന്ന് പോയിട്ട് ഏട്ടൻ വാങ്ങിക്കൊണ്ടുവന്നാണ്. കുറച്ച് വിലയേ ഉള്ളൂ ചെടികൾക്കൊക്കെ. എല്ലാ സാധനങ്ങൾക്കും വില കുറവാണ്. അപ്പം ഞങ്ങൾക്ക് കൂടുതൽ ചെടികൾ ഇഷ്ടമുള്ളതുകൊണ്ട് അധികം ചെടികളാണ് വാങ്ങാറുള്ളത്. നാട്ടിൽ വരുന്ന ടൈമിൽ ഞങ്ങൾക്ക് സമയം കിട്ടാറില്ല ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ. കാരണം ഓരോ യാത്രകളായിട്ടും റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോകാനുണ്ടാവും, അമ്പലങ്ങളിൽ പോകാനുണ്ടാവും. ആകെ ഒരു 25 ദിവസം അല്ലെങ്കിൽ 28 ദിവസമല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു ടൈമിൻ്റെ ഉള്ളിൽ ഇവിടെയൊക്കെ പോയി തീർക്കണം. അതിനിടയിൽ വീട്ടിലോരോ റിനോവേറ്റീവ് വർക്കുകളും കാര്യങ്ങളും ചെയ്യാനും ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഇത്തവണ നാട്ടിലേക്ക് വരുമ്പോൾ ഞങ്ങൾ ഉറപ്പിച്ച് തീരുമാനിച്ചതാണ്, എപ്പോഴും പോകണില്ല, എങ്ങോട്ടും യാത്രകളില്ല, അങ്ങനെ. അപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി സമയം കിട്ടിയിട്ടോ വീട്ടിലിരിക്കുമ്പം. ഇത് മനസ്സിന് നല്ല സന്തോഷം തരുന്ന കാര്യങ്ങളാണല്ലേ. നമ്മൾ ഫ്രീ മൈൻഡായിട്ട് ഇരുന്ന് ഇങ്ങനെ ചെടികളൊക്കെ ഇങ്ങനെ നട്ട് നനച്ചുണ്ടാക്കുമ്പം. ഇപ്പോൾ ഇതാ ഒരുപാട് ചട്ടികൾ കാലി ചെയ്ത് കണ്ടില്ലേ. ഇതൊക്കെ ഒരുപാട് ചെടികളുണ്ടായിരുന്നു. ഇതിലെല്ലാം ചെടികൾ പോയി മണ്ണൊക്കെ ഉറച്ച് എല്ലാം ഇതാ. അപ്പോൾ അതൊക്കെ മണ്ണൊക്കെ കുത്തി ഇളക്കി അതിൽ വളങ്ങളൊക്കെ വാങ്ങി. ഇതിപ്പോൾ നാട്ടിലൊന്നും ചാണകപ്പൊടി ഒന്നും കിട്ടാൻ തന്നെ ഇല്ല. മണ്ണിലെല്ലാ വളങ്ങളും മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ചെടി അതേപോലെ മണ്ണോട് കൂടിയിട്ട് ഇറക്കി വെക്കുകയാണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ പറമ്പിലൊക്കെ കാണുന്നതാണ്. പക്ഷേ ചട്ടിയിൽ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയല്ലേ. ഞാൻ ചോദിച്ചു ഈ ചെമ്പരത്തിയൊക്കെ എന്തിനാണ് വാങ്ങിയിരുന്നു. പക്ഷേ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പൂക്കുന്ന ചെടികൾ. എനിക്ക് ഇലച്ചെടികളാണ് ഭയങ്കര ഇഷ്ടം. കളർ ഇലകൾ ഉണ്ടാവില്ലേ, അതാണ് ഭയങ്കര ഇഷ്ടം. ആക്കി വെച്ച് വീട്ടിൽ നിന്ന് പോരുമ്പോൾ ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ കാണുമ്പോൾ. അങ്ങനെ അവിടെ വെച്ചിട്ട് പോരാൻ തോന്നണ്ടായിരുന്നില്ല. എല്ലാവരും പറഞ്ഞു, എന്തിനാ അതിങ്ങനെ വാങ്ങി വെച്ചാൽ, നിങ്ങളിപ്പോൾ ഒരു 10 ദിവസം കഴിഞ്ഞാൽ പോവില്ലേ, പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യണത്, ഇത് നശിച്ചു പോകുമല്ലോ, ആരും നോക്കാൻ്റെ അതായിരുന്നാലും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഭയങ്കര ഒരു എന്താ പറയുക, ഒരു സന്തോഷം കിട്ടുമല്ലോ. ഈ ഫീല് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ശരിക്കും നമ്മൾ നാട്ടിൽ നിന്ന് മാറി നിൽക്കണം. അപ്പോഴാണത് മനസ്സിലാവുക, അതിൻ്റെ ഒരു സുഖം. പിന്നെ നമ്മുടെ വീടിൻ്റെ മുറത്തിരുന്ന് കട്ടൻ ചായയും കുടിച്ച് കാറ്റും കൊണ്ടിരിക്കുന്നത്, പിന്നെ നമ്മൾ മുറ്റത്തിറങ്ങിയിട്ട് നമ്മൾ മുറ്റത്തെ അയൽവാസികളോട് തൊട്ട അയൽവാസികളോട് സംസാരിക്കുന്നത്, അതൊക്കെ ഒരു പ്രത്യേക സുഖം തന്നെയാണ്. ഈ ഫ്ലാറ്റ് പോലുള്ള ക്വാർട്ടേഴ്സിൽ 4-5 നിലയുള്ള ക്വാർട്ടേഴ്സിൽ, അതും ഭാഷ അറിയാത്തൊരു നാട്ടിൽ ഇരിക്കുമ്പം ആരോടും മിണ്ടാനും പറയാനിരിക്കാതെ ഈ വാട്സപ്പിലും യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലും മാത്രം കയറിയിരിക്കുമ്പോൾ അത് വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ്. എനിക്ക് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, നമുക്ക് കിട്ടുന്ന സമയം മാക്സിമം എൻജോയ് ചെയ്യുക, നമുക്ക് മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങൾ ചെയ്യുക, അതിൽ ഹാപ്പിനെസ് കണ്ടെത്തുക. അത് മാത്രമേ ചെയ്യാനുള്ളൂ കേട്ടോ. ആരും നമുക്കൊന്നും കൊണ്ടു തരില്ല ഹാപ്പി ആയിക്കോന്നും പറഞ്ഞിട്ട്, നീ ഇത് ചെയ്താൽ ശരിയാവും എന്നും പറഞ്ഞിട്ട്. അങ്ങനത്തെ ആ ചെടികളൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ സിറ്റ് ഔട്ടിൻ്റെ നേരെ താഴെ മുന്നിൽ തന്നെയാണ് കൊണ്ടുവയ്ക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അവിടെയുള്ള ചെടികളൊക്കെ ഒന്ന് മാറ്റി, ഞാൻ പറഞ്ഞില്ലേ കുറേ ചെടികൾ കേടായിട്ടുണ്ടായിരുന്നു, അതൊക്കെ മാറ്റി ഇനി ഇതാണ് നേരെ അവിടെ വയ്ക്കാൻ പോകുന്നത്. ഞങ്ങൾ പോകുന്നത് വരെ ഞങ്ങളെ കണ്ണിന് കുളിർമ കേൾക്കാൻ ഈ ചെടികൾ നമ്മൾ സിറ്റ് ഔട്ടിൽ തന്നെ ഉണ്ടാവും കേട്ടോ. പോകുന്നതിൻ്റെ തലേ ദിവസം എടുത്ത് വേറെ സൈഡിലേക്ക് മാറ്റി വയ്ക്കും. പിന്നെ ഇത് എന്താവും നമുക്കറിയില്ല. ഇനി അടുത്ത വരവിൽ കാണാം. അതുവരേക്കും